ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 5-6 ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്. 6 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് നൈസാക്കിയിട്ട് അരിയുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ അരിഞ്ഞിട്ടുള്ളൂ, ബാക്കി ഞാൻ അച്ഛനരിയാൻ കൊടുത്തു. അച്ഛനാണ് കേട്ടോ അരിഞ്ഞത് ഉള്ളി. പിന്നെ ഞാൻ തക്കാളി തക്കാളി ഒരു 5 എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അങ്ങനെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ നമുക്കങ്ങനെ ഓരോന്നോരോന്നെടുത്തിട്ട് ഇടാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടായതിനു ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അതിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി വാടി വന്നാലേ നമുക്ക് ആ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഉള്ളി നല്ലോണം കൊണ്ട് വാടണം. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വാടിയതിന് ശേഷം ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി, നമ്മളിവിടെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് അടച്ച് നന്നായി വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളൂ. എന്നതിന് ശേഷമാണ് ഞാൻ തക്കാളി ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ കേട്ടോ. തക്കാളി ചേർത്താൽ പിന്നെ ആദ്യം തന്നെ ചേർത്താൽ ഒന്നും അങ്ങോട്ട് വാടി കിട്ടൂല പെട്ടെന്ന്. അപ്പോൾ ഞാൻ തക്കാളി ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ പൊടിയായിട്ട് മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല, കുരുമുളക്, അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഞാൻ ഇതിൽ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പച്ചമുളകും അതുപോലെ കുരുമുളകുമാണ് എരിവിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് മുളക് പൊടി ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം കേട്ടോ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി വെള്ളം ചിക്കനിൽ ഊറി വരുമല്ലോ. അങ്ങനെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 90% വെന്ത അരി കേട്ടോ ഇത്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയില അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചു. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.